നിങ്ങൾ കടന്നു പോകുന്ന ഏതു വലിയ പ്രശ്നത്തിൽ നിന്നും നിങ്ങളെ വിടുവിച്ചെടുക്കുവാൻ ദൈവത്തിൻ്റെ വചനത്തിന് ശക്തിയുണ്ട്. കാരണം ദൈവത്തിൻ്റെ വചനത്താൽ, അവൻ്റെ വായിൽ നിന്ന് വരുന്ന ശബ്ദത്താൽ, വചനത്താലാണ് സർവ്വ സൃഷ്ടികളെയും അവൻ നിർമ്മിച്ചിട്ടുള്ളത്. അവന് നിർമ്മിക്കാൻ കഴിയും, അവന് പുനഃസൃഷ്ടിക്കാൻ കഴിയും, അവന് നശിപ്പിക്കാൻ കഴിയും, അവന് സൗഖ്യമാക്കാൻ കഴിയും, അവന് ഉദ്ധരിച്ചെടുക്കാൻ പറ്റും. ദൈവത്തിൻ്റെ വചനത്തിന് അസാധ്യമായ ഒരു കാര്യമില്ല. ഹല്ലേലൂയ. ഉണ്ടാകട്ടെ എന്ന് ഒരു വാക്ക് പറഞ്ഞപ്പോൾ ഇന്ന് കാണുന്ന ഓരോ സൃഷ്ടിജാലങ്ങളും ഉണ്ടായതുപോലെ ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചിലത് സൃഷ്ടിക്കുമെന്ന് പറഞ്ഞാൽ, ദൈവം അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞാൽ, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇടപെടുമെന്ന് പറഞ്ഞാൽ, നിങ്ങളെ സൗഖ്യമാക്കും, വിടുവിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ചോ, അത് സംഭവിച്ചിരിക്കും. ഹല്ലേലൂയ. ഞായറാഴ്ചത്തെ ശാലോം സന്ദേശത്തിൽ പരിശുദ്ധാത്മാവ് തരുന്ന ശക്തമായ ദൂതിതാണ്: ദൈവം തൻ്റെ വചനമയച്ച് നിങ്ങളെ വിടുവിക്കും. തൻ്റെ വചനം ശക്തിയോടെ വ്യാപരിക്കും. ദൈവത്തിൻ്റെ വചനം അതിവേഗം ഓടും. യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ 55-ാം അധ്യായം 10-11 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്: എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്നത് എൻ്റെ വചനമായിരിക്കും, അത് വെറുതെ എൻ്റെ അടുക്കൽ മടങ്ങി വരികയില്ല. ഞാൻ ഉദ്ദേശിച്ച കാര്യം, അയച്ച കാര്യം നിവർത്തിച്ചിട്ടേ മടങ്ങി വരികയുള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആജ്ഞ, ദൈവത്തിൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ വചനം ദൈവം അയക്കുന്നത് ദൈവത്തിൻ്റെ മക്കളുടെ വിഷയങ്ങളിൽ ഇടപെടാനും ആ അയച്ച ഉദ്ദേശം അതെ പൂർത്തീകരിക്കാനും കൂടെയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്. നമ്മളെല്ലാം കടന്നു പോകുന്ന ഓരോ ദിവസങ്ങളിലെ പ്രശ്നങ്ങൾ നോക്കിയാൽ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയാത്ത വിധത്തിൽ എല്ലായിടത്തും ഇരുട്ട് വ്യാപിച്ചതുപോലെ, ഒന്നും തെളിച്ചം ആയിട്ട് കാണുന്നില്ല. എവിടെയും നിരാശപ്പെടുത്തുന്ന സംഭവങ്ങളാണ്, വേദനിപ്പിക്കുന്ന വിഷയങ്ങളാണ്. ഒരു ബ്രൈറ്റ്നെസ്, ഒരു പ്രത്യാശിക്കാനുള്ള ഭാവിയൊന്നും എവിടെയും കാണാതിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമുക്ക് തരികയാണ്. നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. 27-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്: യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടും? അന്ധകാരം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ ഭൂമിയിൽ യഹോവ എൻ്റെ വെളിച്ചമാണ്, എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല. ദൈവത്തിൻ്റെ വചനം കയ്യിലുള്ളവന്, ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിലുള്ളവന് ലോകത്തിൽ എന്താ സംഭവിക്കുന്നത് തിരിച്ചറിയാൻ പറ്റും. ദൈവം അവന് വെളിപ്പെടുത്തി കൊടുക്കും. ആ വെളിപ്പെടൽ അനുസരിച്ചാണ് ഈ ലോകത്തിലെ ഓരോ സാഹചര്യങ്ങളെയും തിരിച്ചറിഞ്ഞ് ജയിക്കുവാനും ദൈവത്തിൻ്റെ വിടുതൽ അനുഭവിപ്പാനും നമുക്ക് കാര്യമായി തീർന്നു. പരിശുദ്ധാത്മാവിൻ്റെ ആലോചന ഇതാണ്: ദൈവം തൻ്റെ വചനമയക്കും. ദൈവത്തിൻ്റെ വചനമയച്ച് നിങ്ങൾ എവിടെ കുരുങ്ങിക്കിടക്കുന്നോ, എവിടെ പെട്ടുകിടക്കുന്നോ, എവിടെ നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ നുവരാൻ കഴിയാതിരിക്കുന്നു, ദൈവം നിങ്ങളെ പിടിച്ചെഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം നിങ്ങളെ സൗഖ്യമാക്കുന്ന വചനമാണ്. 147-ാം സങ്കീർത്തനം 15-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്: അവൻ തൻ്റെ ആജ്ഞ ഭൂമിയിലേക്ക് അയക്കുന്നു, അവൻ്റെ വചനം അതിവേഗം ഓടുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആജ്ഞ, ദൈവത്തിൻ്റെ കൽപ്പനകൾ ഭൂമിയിലേക്ക് അയക്കുകയാണ്. അവൻ്റെ ശബ്ദം അതിവേഗം ഓടുകയാണ്. ദൂതന്മാർ ദൈവത്തിൻ്റെ ശബ്ദവുമായി അത് എത്തേണ്ട ഇടങ്ങളിലെല്ലാം ക്രിയേഷൻ നടത്തേണ്ടടുത്ത് ക്രിയേഷൻ നടത്തണം. പുതിയതായി ചിലതിനെ ഉണ്ടാക്കാനുള്ളത് പുതിയ ഉണ്ടാക്കണം, പുനഃസൃഷ്ടിക്കാനുള്ളത് പുനഃസൃഷ്ടിക്കണം, മെയിൻ്റനൻസ് ചെയ്യാനുള്ളത് മെയിൻ്റനൻസ് ചെയ്യണം, എടുത്തു കളയാനുള്ളത് അറുത്ത് കളയാനുള്ളത്, എന്താ പറയുന്നത്, ഡിമോളിഷ് ചെയ്യാനുള്ളത് അങ്ങനെ ചെയ്യണം എന്ന് വേണ്ട. ദൈവത്തിൻ്റെ ആജ്ഞ ഇങ്ങനെ ദൈവം അയച്ചുകൊണ്ടിരിക്കുകയാണ്. യിരെമ്യാവിനോട് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്: യിരെമ്യാവേ, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ ശബ്ദത്തിന് വേണ്ടി, എൻ്റെ വചനത്തിന് വേണ്ടി ഞാൻ ജാഗരിച്ചുകൊള്ളും. ദൈവം അതിനുവേണ്ടി ജാഗരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് ഈ തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതിയപ്പോൾ അവിടെ അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്: വിശ്വസിക്കുന്ന നിങ്ങളിൽ, 1 തെസ്സലോനിക്കർ 3-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം, കർത്താവിൻ്റെ വചനം വേഗത്തിൽ ലോകത്തിൽ എല്ലായിടത്തും വ്യാപരിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ വചനം നിങ്ങളുടെ അടുക്കൽ എത്തിയതുപോലെ വേഗത്തിൽ വ്യാപിച്ചു മഹത്വപ്പെടണം. അടുത്ത ഭാഗത്ത് എഴുതിയിരിക്കുന്നത്: നിങ്ങളുടെ അടുക്കൽ ആ വചനം എത്തിയതുപോലെ ആ വചനം ശക്തിയോടെ എല്ലാവരിലേക്കും വ്യാപരിക്കണം. വിശ്വസിക്കുന്ന നിങ്ങളിൽ ആ വചനം വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഈ രോഗങ്ങളൊക്കെ വ്യാപരിക്കുന്നു പറഞ്ഞതുപോലെ
വൈറസുകൾ വ്യാപരിക്കുന്നത് പോലെ ദൈവത്തിന്റെ വചനം അതിവേഗം വ്യാപരിക്കുന്നതാണ്. ഞാൻ പറയാം, ഈ വചനം നിങ്ങളുടെ മേലേക്ക് കടന്നു വരുമ്പോൾ എബ്രായ ലേഖനം 4:12 വചനത്തിന്റെ പ്രവൃത്തിയെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിവഞ്ചകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാണ്. അവന് മറഞ്ഞിരിക്കുന്ന യാതൊരു സൃഷ്ടിയുമില്ല. ഈ ദൈവത്തിന്റെ വചനം കൊണ്ട് ഏത് രോഗമാണ് ഡോക്ടേഴ്സിന് വെളിപ്പെടാത്ത, സ്കാനിങ്ങിനോ അല്ലെങ്കിൽ വേറെ റേഡിയേഷനോ ലേസർ രശ്മികൾക്കോ എത്തിപ്പെടാനോ തൊടാനോ കഴിയാത്ത രോഗശക്തികളെ, രോഗ ആത്മാവിനെ പുറത്താക്കുവാൻ, അതിനെ ഡിറ്റക്ട് ചെയ്യുവാൻ, അതിനെ കാസ്റ്റ് ഔട്ട് ചെയ്യുവാൻ ദൈവത്തിന്റെ വചനത്തിന് ശക്തിയുണ്ട്. ഹല്ലേലൂയ! ദൈവത്തിന്റെ വചനത്തിന് ശക്തിയുണ്ട്. 18 സംവത്സരമായി രോഗാത്മാവ് ബാധിച്ച് ഒട്ടും നിവരാൻ കഴിയാത്ത കൂനിയായ ഒരു സ്ത്രീയെക്കുറിച്ച് ലൂക്കോസിന്റെ സുവിശേഷം 13 കൂനിയാണ്, പള്ളിയിൽ വരുന്നുണ്ട്, സൗഖ്യമാകുന്നില്ല. പക്ഷെ യേശു വന്നപ്പോൾ കർത്താവ് പറയാണ്, 18 സംവത്സരമായി സാത്താൻ ബന്ധിച്ച ഇവളെ. അപ്പോൾ സാത്താൻ ബന്ധിച്ചു. എത്ര സ്കാനിങ് നോക്കിയാലും ആ നട്ടലിന്റെ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുന്നില്ല. ഏതെല്ലാം മരുന്ന് കഴിച്ചിട്ട് കുനിഞ്ഞു പോവുകയാണ്. ഒരുപക്ഷെ നിങ്ങളുടെ സ്ഥിതിയായിരിക്കാം ഇന്നത്തെ. പരിശുദ്ധാത്മാവ് പറയുന്നു, ആ രോഗ ആത്മാവിനെ, നിങ്ങളെ കുനിയിച്ച് കളഞ്ഞ, നിവരാൻ കഴിയാതെ കുനിയിച്ച് കളഞ്ഞ ആ രോഗശക്തികളെ, നിങ്ങളുടെ നന്മകൾ മുഴുവൻ അപഹരിച്ചു കളഞ്ഞ ആ രോഗശക്തികളെ കർത്താവ് തന്റെ വചനമയച്ച് പുറത്താക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ! ഞാൻ ഉറപ്പായി പറയാം, 107 സങ്കീർത്തനത്തിൽ പറയുന്നു, എന്തുകൊണ്ട് രോഗം വന്നു? ദൈവത്തിന്റെ വചനത്തോട് മത്സരിച്ചപ്പോൾ രോഗം വന്നു. അരിഷ്ടതയാലും ഇരുമ്പ് ചങ്ങലകളാലും ബന്ധിക്കപ്പെട്ടു. എന്നാൽ നിലവിളിച്ചപ്പോൾ, അവർ തങ്ങളുടെ കഷ്ടങ്ങളിൽ യഹോവയോട് നിലവിളിച്ചപ്പോൾ, 107 സങ്കീർത്തനം 20 അവൻ തന്റെ വചനമയച്ചു, അവരെ സൗഖ്യമാക്കി, അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു. അകപ്പെട്ട് കിടക്കുന്ന കുഴികളിൽ നിന്നും ദൈവം തന്റെ വചനമയച്ച് നിങ്ങളെ വിടുവിക്കും. ആമേൻ പറഞ്ഞു. ഏത് പ്രശ്നത്തിലാണ് അകപ്പെട്ടു പോയത്? എവിടെയാണ് നിങ്ങൾക്ക് ജയിക്കാൻ പറ്റാത്തത്? എവിടെയാണ് നിങ്ങളെ ഭയപ്പെടുത്തുന്ന പ്രശ്നം കിടക്കുന്നത്? കർത്താവ് തന്റെ വചനം അങ്ങോട്ടേക്ക് അയക്കും. ആ വചനമയച്ച് നിങ്ങളുടെ കുഴികളിൽ നിന്ന് ദൈവം നിങ്ങളെ കയറ്റും. ഹല്ലേലൂയ! പിടിച്ചു കയറാനുള്ള, പ്രതിസന്ധികളിൽ ഒറ്റപ്പെടുമ്പോൾ പിടിച്ചു കയറാനുള്ള ദൈവത്തിന്റെ വലിയ ഒരു കയറാണ് ദൈവത്തിന്റെ വചനം എന്ന് പറയാം. ആ വചനത്തെ മുറുകെ പിടിച്ചോണം, ദൈവം നമ്മളെ പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ! മരണം കാത്തു കിടക്കുന്ന, അല്ലെങ്കിൽ ലോകം വിധി എഴുതിയ എത്രയോ വ്യക്തികൾ, എത്രയോ ജീവിതങ്ങൾ, അവർ തന്നെ അവരുടെ ജീവിതത്തെ പഴിച്ച് ശപിച്ചതിന് നാശവും മരണവും മാത്രം മുന്നിലുള്ളത് പറഞ്ഞിട്ട് ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനമയച്ചവരെ വിടുവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ! ഒരിക്കലും മാറില്ലെന്ന് പറഞ്ഞ ദുർസ്വഭാവങ്ങളും അഡിക്ഷനുകളൊക്കെ ദൈവത്തിന്റെ വചനം അയച്ചപ്പോൾ അതെല്ലാം കരിഞ്ഞു പോയതുപോലെ, അതെല്ലാം അലിഞ്ഞു പോയതുപോലെ ദൈവം മാറ്റിയില്ലേ? അതെ, അവൻ തന്റെ വചനം അയച്ച്, അവന്റെ വചനം അതിവേഗം ഓടും. ആ വചനം അയച്ച് അവൻ വിടുവിക്കും. ഹല്ലേലൂയ! യേശുവിനെ കുറിച്ച് പറയുന്നത്, യേശുവിന്റെ പേര് തന്നെ വചനമാണ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. യോഹന്നാൻ 1:1. ആ വചനം ദൈവത്തോടു കൂടെയായിരുന്നു. വചനം ദൈവമായിരുന്നു. 12 വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഹല്ലേലൂയ! വചനം ജഡമായി തീർന്നു. അവനെ കൈക്കൊണ്ട്, ആ വചനത്തെ ആര് സ്വീകരിക്കുന്നു? യേശുവിനെ, വചനം ജഡമായി തീർന്ന യേശുവിനെ ആ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിന്റെ മക്കളാകാം. അവർ വെള്ളത്താലും, അവർ ജഡത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല ജനിച്ചത്. അവർ ആത്മാവിനാൽ ജനിച്ചു, അവർ വചനത്താൽ ജനിച്ചു. ഹല്ലേലൂയ! ദൈവത്തിന്റെ വചനം ജനനം തരുന്ന, ജീവൻ തരുന്ന, വളർത്തുന്ന ദൈവത്തിന്റെ വചനം. രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കുവാൻ വാഞ്ചിക്കുവീൻ. ദൈവവചനം ഭക്ഷിക്കുന്നവർ, ദൈവവചനം കുടിക്കുന്നവർ, ദൈവവചനത്തിൽ ജീവിക്കുന്നവർ, അവർ വളർന്നുകൊണ്ടേയിരിക്കും. അവർ രക്ഷയിലേക്ക് വളരും. അവരുടെ നാശം മാറും, ശിക്ഷ മാറും, ന്യായവിധി മാറും, മരണം മാറും. രക്ഷയിലേക്ക് അവർ വളർന്നുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ! ഈ വചനം ജീവനാണ്. ആമേൻ. നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ മരണശക്തികളെല്ലാം മാറും. ദൈവത്തിന്റെ വചനം അങ്ങോട്ട് വന്നത് നിങ്ങളുടെ വീട്ടിലേക്ക് കയറുമ്പോൾ മരണം മാറും. ഒരു ശതാധിപൻ യേശുവിനെ അടുക്കലേക്ക് ആളയച്ചിട്ട് പറയുകയാണ്, യേശുവേ, നീ അധികാരിയാണ്, നീ എൻ്റെ വീട്ടിലേക്ക് വരുവാൻ എനിക്ക് യോഗ്യതയില്ല, അതുകൊണ്ട് നീ അവിടെ നിന്നൊരു വാക്ക് കൽപ്പിച്ചാൽ മതി, നിന്റെ ഒരു വാക്ക് മതി, എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും, നീ അധികാരിയാണ്. ഹല്ലേലൂയ! അതെ, അധികാരമുള്ളവൻ കൽപ്പിച്ചാൽ. ലൂക്കോസിന്റെ സുവിശേഷം 4 പറയുന്നത് അവന്റെ വാക്ക് അധികാരത്തോടു കൂടിയായിരുന്നു. യേശുവിന്റെ വാക്ക് അധികാരത്തോടു കൂടിയാ. കടലും
തിരമാലകളും കാറ്റും അവനെ അനുസരിക്കുന്ന കണ്ടിട്ട് പറഞ്ഞു, അയ്യോ ഇവൻ ആര്? ഇവൻ ഇത്ര അധികാരത്തോടു കൂടി ഇതിനോട് കൽപ്പിക്കുന്നു. ഭൂതശക്തികൾ ഇവനെ കണ്ട് അലറി ഓടുന്നു. അവന് അതിനോട് വിട്ടുപോകാൻ കൽപ്പിക്കുന്നു. അധികാരമുള്ളവൻ. ആമേൻ. അതെ, യേശുവിൻ്റെ വാക്ക്. യേശു അധികാരിയാണ്. അവൻ്റെ വചനം നിങ്ങളെ വിടുവിച്ചെടുക്കും. നിങ്ങളുടെ സകല പ്രശ്നങ്ങളിൽ വിടുവിച്ചെടുക്കുവാൻ ദൈവത്തിൻ്റെ പുത്രന് കഴിയും. അവൻ്റെ വചനത്തിന് ശക്തിയുണ്ട്. നിങ്ങൾ വിശ്വസിച്ചോ? ദൈവം നിങ്ങൾക്ക് ഈ ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് ജീവനായിട്ട് അവൻ തരും. മരണശക്തികളെ ദൈവം അഴിച്ചു കളയും. നിങ്ങളുടെ ഇരുട്ടിനെ മാറ്റി ദൈവം നിങ്ങൾക്ക് വെളിച്ചം തരും. അതുപോലെ നിങ്ങളുടെ രോഗശക്തികളെ മാറ്റി നിങ്ങൾക്ക് സൗഖ്യം തരും. ഈ വചനം നിങ്ങൾക്ക് നിത്യജീവൻ തരും. ഹല്ലേലൂയ. വിശ്വസിച്ചേ, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചില അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുകയാണ്. ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയാം, ഈ വചനത്താൽ ഇന്ന് നിങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഈ വചനത്താൽ നിങ്ങളുടെ ബന്ധനങ്ങൾ അഴിയട്ടെ. ഈ വചനത്താൽ നിങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ. കർത്താവേ, അങ്ങയുടെ വചനം അതിവേഗം ഓടുന്നു. അങ്ങയുടെ വചനത്താൽ സകലത് ഉളവായി. അങ്ങയുടെ വചനം മടങ്ങി വരാതെ അയച്ചത് പ്രവർത്തിക്കും. ഞങ്ങൾ ആ വചനങ്ങൾ വിശ്വസിക്കുന്നു. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ മേൽ ദൈവത്തിൻ്റെ ശക്തിയുള്ള വചനം വരട്ടെ. അവരുടെ ജീവൻ വ്യാപരിക്കട്ടെ, ശക്തി ഉണ്ടാകട്ടെ, സൗഖ്യമുണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇവരെ കുനിച്ച തളർത്തിക്കളഞ്ഞ രോഗശക്തികൾ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ അവരെ വിട്ടുമാറട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ ശക്തിയുള്ള വചനം അയച്ച് കർത്താവെ ഇവരെ അഡിക്റ്റാക്കിയിരിക്കുന്ന ഞെരുക്കുന്ന ശക്തികളെന്ന് യേശുവിൻ്റെ നാമത്തിൽ അവർ പുറത്തു വരട്ടെ. ഈ ഞായറാഴ്ച ഒരു ദൈവപ്രവൃത്തിയുടെ ദിവസമായി തീരട്ടെ. ഒരു അത്ഭുതം നടക്കുന്ന ദിവസമായി തീരട്ടെ. ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ, അത്ഭുത നാമത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ വചനത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഒരു അത്ഭുതം നടക്കട്ടെ. കർത്താവെ, ഈ വചനം കേൾക്കുന്നവരിൽ അവരുടെ കാതുകളിൽ ഈ ശബ്ദം എത്തുമ്പോൾ തന്നെ അവരുടെ ഹൃദയത്തിലേക്കും കർത്താവെ അവരുടെ മജ്ജകളുടെ മേലും അസ്ഥികളുടെ മേലും ഒക്കെ ദൈവശക്തി വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഒരു വലിയ വിടുതൽ സംഭവിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് തൻ്റെ വചനം അയച്ചിരിക്കുന്നു. വേഗത്തിൽ അത് വ്യാപരിക്കും. അവരിഷ്ടമുള്ളത് അവൻ പ്രവർത്തിക്കും. അത് വിശ്വസിക്കുക. കർത്താവ് അത് ചെയ്യട്ടെ എന്ന് മാത്രം പറയുക. കർത്താവ് ചെയ്യും. ആമേൻ. ഞായറാഴ്ച ദിവസമാണല്ലോ. എല്ലാ ഞായറാഴ്ച പോലെ ഇന്ന് രാത്രിയും, ഈ ഞായറാഴ്ച രാത്രിയും 8:45 മുതൽ 9:45 വരെ ഓൺലൈൻ വർഷിപ്പ് ഉണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഒരു വിടുതൽ സന്ദേശം, നിങ്ങൾക്കുള്ള ദൂത് ഒക്കെ അതിനകത്ത് പ്രാപിക്കാം. ജോയിൻ ചെയ്യണം, മറക്കാതെ ജോയിൻ ചെയ്യണം. ഐഡിയോ പാസ്വേഡോ ലിങ്കോ ലഭിക്കാത്തവർ മെസ്സേജ് അയക്കണം, നിങ്ങൾക്ക് അയച്ചു തരും. ഗോഡ് ബ്ലസ് യു. ഹാവ് എ വെരി ബ്യൂട്ടിഫുൾ സൺഡേ.